अनमोल वचन अखिल भारतीय संत मत सत्संग के संस्थापक और गृहस्थ में आनंद योग के जनक परम संत महात्मा परम पूज्य श्री यशपाल जी महाराज अर्थात परम पूज्य भाई साहब जी द्वारा प्रतिपादित इन अनमोल वचनों का पालन करना अति आवश्यक है। ये वचन हमारी गृहस्थ आध्यात्मिक साधना के लिए मूलभूत सिद्धांत हैं, जो इस प्रकार हैं। हम दुनिया की हर चीज की कीमत आंकते हैं, अपने मानव जीवन की कीमत भी जाने व परमात्मा की प्राप्ति हेतु साधना करें। मनुष्य योनि एक उपहार है, इसीलिए परमात्मा को धन्यवाद देते हुए आधा घंटा प्रातःकाल, आधा घंटा सायंकाल पूजा अवश्य करें। सत्संग, सतनाम व सद्गुरु को प्राथमिकता देते हुए इसी के आधार पर ध्यान योगाभ्यास अवश्य करें व गृहस्थ के कार्यों को परमात्मा का कार्य समझकर उसी की याद में संपन्न करें। हर समय ये ध्यान रहे कि गुरु कृपा द्वारा परमात्मा की पवित्र सत्ता का हमारी आत्मा में वास है, अतः मन में निरंतर अपने इष्ट देव का जाप करें। मान सम्मान की इच्छा न करें व अपमान से दुखी न हो। परमात्मा के अतिरिक्त किसी और का भय न करें। दूसरों की बुराई न करें, न सुने, सत्य व मधुर बोलें, अश्लील शब्द मुंह से ना निकालें, सभी से नम्रतापूर्ण व सुंदर व्यवहार करें। धर्म पत्नी के अतिरिक्त अपने से बड़ी से माता जैसा, बराबर की से बहन जैसा व छोटी से पुत्री जैसा व्यवहार करें। सांसारिक जीवन यापन की आवश्यकताएं अंतहीन है, इसलिए अधिक से अधिक समय सत्संग में व धन परोपकार में खर्च करें। याद रखें, न स्त्री माया है, न धन दौलत, न ही परिवार। माया वह है जो हृदय को परमात्मा से दूर हटा दे। अतः निरंतर सत्संग और सद्गुरु की शरण में रहने का प्रयास करें। भोजन अपने इष्ट को अर्पण कर प्रसाद रूप में परमात्मा की याद में करें। रात्रि में सोने से पहले अच्छे बुरे कार्यों का आत्मनिरीक्षण कर उसका समुचित पश्चाताप करते हुए ध्यान करें व प्रभु की गहरी याद में ही विश्राम करें। परमात्मा तू ही है, तेरी इच्छा पूर्ण हो। जय सद्गुरुदेव जय पद शरणम श्री स्वरूप चरणों शरणम। जय सद्गुरुदेव जय पद शरणम श्री स्वरूप चरणों शरणम। അല്ലെങ്കിൽ കണ്ണു തുറന്നുകൊണ്ട് തന്നെ ഈശ്വര സ്മരണയിൽ മുഴുകുക. ആളുകൾ വാങ്ങിക്കുവാൻ വന്നാൽ ഭഗവത് സ്മരണ വിട്ട് അവരുമായി കച്ചവടം നടത്തുക. അവർ സന്തുഷ്ടരായി പോയി എങ്കിൽ പിന്നെയും ഈശ്വര സ്മരണയിൽ മുഴുകുക. ഇതിൽ പ്രധാനമായും നോക്കേണ്ടത് സമയം വ്യർത്ഥമാക്കാതിരിക്കാനാണ്. ഒന്നുകിൽ കച്ചവടം നടത്തുക, അല്ലെങ്കിൽ ഈശ്വര സ്മരണയിലിരിക്കുക. പിന്നെയും ആരെങ്കിലും വന്നാൽ ഈശ്വര സ്മരണ വിട്ട് കച്ചവടം നടത്തുക, പിന്നെയും ഈശ്വര സ്മരണ. ഇങ്ങനെ ഒഴിവു സമയം മുഴുവൻ മനസ്സിനെ പരമാത്മാവിനോട്ട് കൊണ്ടുവരിക. ഈ രീതി കുറച്ചു കാലം പരിശീലിക്കുമ്പോൾ ഒഴിവു സമയമെല്ലാം തന്നെ ഈശ്വര സ്മരണയിലായി മാറും.
സാധാരണയായി ഒരു കച്ചവടക്കാരൻ 12 മണിക്കൂർ കടയിലുണ്ടാകും. രാവിലെ 8 മണിക്കൂറും 8 മണി മുതൽ രാത്രി 8 മണി വരെ. ഊണും അവിടെ തന്നെയാവും കഴിക്കുക. ഊണ് ഭഗവാൻ അർപ്പിച്ച് ഭഗവത് സ്മരണയിൽ തന്നെ കഴിക്കണം. ഇതിനുശേഷം കുറച്ച് വിശ്രമം എടുക്കുക പതിവായിരിക്കും. അതും ഈശ്വര സ്മരണയിലാകും. അങ്ങനെ 12 മണിക്കൂറിൽ 6 മണിക്കൂർ കച്ചവടം ഉണ്ടെങ്കിൽ 6 മണിക്കൂർ ഈശ്വര സ്മരണയിലായിരിക്കും. പ്രധാനമായും വേണ്ടത് എന്തെന്നാൽ സമയം വ്യർത്ഥമാക്കാതിരിക്കുക എന്നതാണ്. ഒന്നുകിൽ ഈശ്വര സ്മരണ, അല്ലെങ്കിൽ ജോലി. ഇത് തൻ്റെ കച്ചവടത്തെയോ ലൗകിക ജീവിതത്തെയോ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. ഒരു വ്യവസായി ഒരു വലിയ ഫാക്ടറി തുറന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ സമൃദ്ധി കൂടും, കൂടുതൽ ജോലി സൗകര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ അയാളുടെ ഉദ്ദേശം വെറും പൈസ ഉണ്ടാക്കുക മാത്രമാണെങ്കിൽ അത് ബന്ധനത്തിനുള്ള കാരണമാകും. കർമ്മം ഏതു ഭാവനയാലാണ് ചെയ്യുന്നത് എന്നതാണ് പ്രധാനം. ഉദ്ദേശം പൈസ മാത്രമാണെങ്കിൽ ബന്ധനത്തിൽപ്പെട്ട് ആ കർമ്മം ദുഷ്ചതാകും. അല്ല, അതിൻ്റെ പിന്നിൽ സുന്ദരമായ സ്വാത്വിക ഭാവനയുണ്ടെങ്കിൽ, അതായത് ഈശ്വരൻ സഹായിച്ച് തനിക്ക് സമ്പത്തും സൗകര്യങ്ങളും തന്നിട്ടുണ്ട്, താൻ പുതിയൊരു ഫാക്ടറി തുടങ്ങുമ്പോൾ രാജ്യത്ത് സമൃദ്ധി ഉണ്ടാകും, തൊഴിലവസരങ്ങൾ കൂടും, രാജ്യത്തിന് നന്മയുണ്ടാവുമെന്ന് മാത്രമല്ല തനിക്ക് ലാഭവും കിട്ടും. ഇത്തരത്തിലുള്ള ഭാവന അയാളെ നിസ്വാർത്ഥനും പരോപകാരിയുമാക്കുന്നു. ഒന്ന് ബന്ധനമാണെങ്കിൽ ഭാവന മാറുമ്പോൾ അത് പരോപകാരമായി മാറുന്നുവെന്ന് മാത്രമല്ല, അയാൾക്ക് നല്ല ലാഭവും കിട്ടുന്നു. നാം ജോലി ചെയ്യുന്നിടത്തെല്ലാം എഴുതി കാണാറുണ്ട് കർമ്മം തന്നെയാണ് പൂജ എന്ന്. പക്ഷേ എല്ലാ കർമ്മവും പൂജയല്ല. ഏതു ഭാവനയിലാണോ ചെയ്യുന്നത് അതിൻ്റെ ഫലവും അപ്രകാരം തന്നെ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൊട്ടാരത്തിൽ കുചേലൻ പോയി. അയാളുടെ കൈവശം വെറും അവിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അക്കാലത്ത് അതിൻ്റെ വില വളരെ തുച്ഛമായിരുന്നുവെങ്കിലും അത് വിലമതിക്കാനാവാത്തതായത് അത് നൽകുമ്പോഴുണ്ടായിരുന്ന ഭാവന കൊണ്ടായിരുന്നു. അതുകൊണ്ട് കർമ്മത്തിന് ഭാവനയാണ് പ്രധാനം. ഒന്ന് മുകളിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ മറ്റേത് ചുവട്ടിലേക്കും. വ്യാപാരി നല്ല ഭാവനയോടുകൂടി രാജ്യത്തിൻ്റെ സമൃദ്ധിക്കും ഉൽപാദനത്തിനും സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി ചെയ്യുന്നുവെങ്കിൽ അത് ശരിയായ സേവനം അനുഷ്ഠിക്കലാണ്. അങ്ങനെ വ്യാപാരികൾക്ക് 10 നിന്നും 16 മണിക്കൂർ ഈശ്വരസ്മരണയുണ്ടാക്കാം. ബുദ്ധിജീവികൾ. മൂന്നാമത്തെ തരത്തിലുള്ള ആളുകളാണ് ബുദ്ധിജീവികൾ. ഇതിൽ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, റിസർച്ച് സ്കോളർമാർ, ഗവേഷകന്മാർ, ഓഫീസിൽ ജോലി ചെയ്യുന്നവർ മുതലായവർ ഉൾപ്പെടും. ഇവരുടെ ജോലി സമയം 7 മണിക്കൂറോ 9 മണിക്കൂറോ ആകാം. 1 മണിക്കൂർ ഭക്ഷണത്തിനും. ഇത് ഈശ്വരന് കൊടുക്കേണ്ടത് തന്നെയാണ്. ഭക്ഷണം മുന്നിൽ വന്നാൽ ഭഗവാൻ അർപ്പിച്ച് ഭഗവാന്റെ സ്മരണയിൽ കഴിക്കുക. ഇത് കഴിഞ്ഞാൽ 1/2 മണിക്കൂർ വിശ്രമിക്കുക. കസേരയിൽ കിടന്ന് വളരെ സാവധാനത്തിൽ കണ്ണടക്കി ഈശ്വരനെ സ്മരിക്കുക. ഇങ്ങനെ ചെയ്താൽ മനസ്സിന് വളരെ ഉന്മേഷം കിട്ടും. ഉച്ചതിരിഞ്ഞുള്ള ജോലിക്ക് ഒട്ടും വല്ലായ്മ തോന്നുകയുമില്ല. ജോലിക്ക് കാര്യക്ഷമത കൂടും. ചായയുടെ 2 സമയം 15-15 മിനിറ്റ് അതും ഈശ്വരസ്മരണയിൽ ചെയ്യേണ്ടതാണ്. ഇപ്രകാരം 7-9 മണിക്കൂറിൽ 1.5 മണിക്കൂർ ഈശ്വരന് കൊടുക്കാം. സാധാരണയായി ഓഫീസുകളിൽ നിരന്തരമായി ജോലിയൊന്നും ഉണ്ടാകാറില്ല. ചില ഓഫീസിൽ ഉണ്ടാകും. രാവിലെ ഓഫീസിൽ ചെന്നാൽ ആദ്യം തൻ്റെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ഇഷ്ടമിത്രങ്ങളുമായി കുറച്ചു നേരം സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടാം. പറ്റുമെങ്കിൽ റീഡേഴ്സ് ഡൈജസ്റ്റിൽ നിന്ന് വല്ല തമാശകളും എടുത്തു പറയുകയും ചെയ്യാം. എല്ലാവരെയും സന്തോഷിപ്പിച്ച് സീറ്റിൽ വന്നിരുന്ന് ജോലിയുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുക. ജോലി കഴിഞ്ഞ് കണ്ണു തുറന്ന് ഈശ്വരനെ സ്മരിക്കുക. ജോലി ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായി ജോലി കഴിയുക. അത് കഴിഞ്ഞാൽ ഈശ്വര സ്മരണയാകാം. ഇതിനെപ്പറ്റി മറ്റുള്ളവരോട് പറയാതിരിക്കുകയാണ് നല്ലത്. പറഞ്ഞാൽ ഒരു കാര്യവും നടക്കുകയില്ല. താൻ ഓഫീസിൽ ഈശ്വര സ്മരണ സ്മരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഓഫീസ് ജോലികൾ ഒന്നും മറ്റുള്ളവർ ചെയ്യിപ്പിക്കുകയില്ല. ചിലർ പേനയെറിയും, ചിലർ ചോക്ക്, നിങ്ങൾക്ക് പല പേരുകളും വയ്ക്കും, ഭക്തനെന്നോ സ്വാമിജിയെന്നോ എന്ന്. അങ്ങനെ നിങ്ങളെ ജോലി ചെയ്യുവാൻ തന്നെ അനുവദിക്കുകയില്ല. അതുകൊണ്ട് വളരെ ജാഗ്രത പുലർത്തണം. ഈ കാര്യം ആരെയും അറിയിക്കാതെ ചെയ്യേണ്ടതാണ്. ആരും അറിയാതെ ധ്യാനിക്കുക.
പിന്നെ എങ്ങനെയെങ്കിലും ധ്യാനത്തിൽ കണ്ണടഞ്ഞു എങ്കിൽ കൂട്ടുകാർ കരുതണം സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയിരുന്നതായിരിക്കും എന്ന്. സിനിമ കണ്ടുവെന്നാൽ ദോഷമില്ല, ഈശ്വരനെ ധ്യാനിക്കുന്നു എന്നറിഞ്ഞാൽ കളിയാക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആരെയും അറിയിക്കാതെ അഭ്യാസം ചെയ്യുക, അതുകൊണ്ട് ലാഭമുണ്ടാകും. അങ്ങനെ ഈശ്വരസ്മരണ ഒരു ശീലമാകും. ജോലി കഴിഞ്ഞാൽ ഈശ്വരസ്മരണ, ജോലിയുണ്ടെങ്കിൽ ജോലി. നമ്മുടെ സദ്ഗുരുക്കൾ പറയാറുണ്ട്, നാം ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളുടെയും വില കണക്കാക്കാറുണ്ടെന്ന്. വസ്ത്രത്തിൻ്റെ വില, ഭൂമിയുടെ സെന്റിൻ്റെ വില ഇത്ര, വീടിനിത്ര, കടയ്ക്കിത്ര, ആഭരണങ്ങൾക്കിത്ര. പക്ഷേ സങ്കടമെന്ന് പറയട്ടെ, നാം നമ്മുടെ വില ആലോചിക്കുന്നില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ വില എന്താണ്? സദ്ഗുരുവര്യന്മാർ പറയുന്നത്, ഈ ജീവൻ വളരെ വിലപ്പെട്ടതിനാൽ ജീവിതത്തിൽ ഒരു മിനിറ്റ് പോലും വെറുതെ കളയരുത് എന്നത്രേ. അതാണ് അവരുടെ മാർഗദർശനം. ലൗകിക കാര്യങ്ങളിൽ തീർച്ചയായും ഏർപ്പെടാം, ഒരു തെറ്റുമില്ല. ഒരു ശാസ്ത്രജ്ഞനാണെങ്കിൽ ഈ സമയം അയാൾ എന്തെങ്കിലും ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കും. അതിനാൽ ലോകത്തിന് നന്മയുണ്ടാകും, എന്തെങ്കിലും പുതിയത് ഉരുത്തിരിഞ്ഞു വരും. അതുകൊണ്ട് ആളുകൾക്ക് ഗുണമുണ്ടാകും. നഷ്ടം എവിടെയെന്നാൽ നമ്മുടെ സമയം അനാവശ്യമായി വൃഥാ കളയുമ്പോഴാണ്. ഒന്നുകിൽ ലോകത്തിലെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ നാം ഏത് ഭാവനയോട് ജോലി ചെയ്യുന്നു എന്നതാണ് പ്രധാനം. ശമ്പളത്തിന് വേണ്ടി മാത്രമാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും സന്തോഷമുണ്ടാകുകയില്ല, എപ്പോഴും അസൂയയാണ് അനുഭവപ്പെടുക. അയാൾ വിചാരിക്കും, എൻ്റെ മേലധികാരി വെറും മെട്രിക്കാണ്, 4000 രൂപ ശമ്പളം വാങ്ങിക്കുന്നു, ഞാൻ BA ആണ്, എന്നിട്ടും അതിനേക്കാൾ കുറച്ച് ശമ്പളമേ കിട്ടുന്നുള്ളൂ. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ലോകത്ത് സർവ്വസാധാരണമാണ്. നമ്മുടെ ലക്ഷ്യം ധനമാർജിക്കൽ മാത്രമാണെങ്കിൽ ശാന്തി ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇതിൽ നിന്നും കുറച്ചുയർന്ന് വ്യത്യസ്തമായ ഭാവനയിൽ ചിന്തിച്ചാൽ പരിണാമം വളരെ വിഭിന്നമായിരിക്കും. അതായത് ഈ ജോലി നമുക്ക് ഭഗവാനാണ് തന്നിരിക്കുന്നത്. ഈ ജോലി ഭഗവാനാണ് തന്നിരിക്കുക. ഞാൻ എൻ്റെ മേലധികാരിയെ ബഹുമാനിക്കണം, ആദരിക്കണം, ഇതെൻ്റെ കടമയാണ്. ഇത്തരം ഭാവനയിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ നമുക്കൊരിക്കലും അസന്തോഷം ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, ആധ്യാത്മികമായി വളരെ മുന്നേറുകയും ചെയ്യും. സഹപ്രവർത്തകരുടെ കാലുവാരൽ, മേലുദ്യോഗസ്ഥനെ സോപ്പിടൽ മുതലായവ മൂലം പ്രമോഷൻ കിട്ടിയേക്കാം. പക്ഷേ എത്ര കാലത്തേക്ക്? ഒടുവിൽ വിജയം ആത്മാർത്ഥതയോടെ ഈശ്വരൻ ഏൽപ്പിച്ച ജോലിയാണെന്ന് വിചാരിച്ച് ചെയ്യുന്നവന് തന്നെയാണ് അവർക്ക് ശരിയായ സുഖവും ശാന്തിയും ലഭിക്കുമെന്ന് മാത്രമല്ല, അവർ എപ്പോഴും സംതൃപ്തരുമായിരിക്കും. എത്ര മഹത്തരമാണിത്! ഉന്നതമായ ആദർശങ്ങളെ മുറുകെ പിടിച്ച് ആധ്യാത്മിക തൽപരനായി പരമാത്മാവിൻ്റെ സ്മരണയിൽ നയിക്കുന്ന ഈശ്വരമയമായ ജീവിതം തീർത്തും മഹത്തായതു തന്നെ. അങ്ങനെ ഈ സംസാരത്തിൽ ഒരു സാധാരണ ജീവിതം നയിച്ച് ജീവൻ മുക്താവസ്ഥ നേടി തൻ്റെ പരമലക്ഷ്യമായ മോക്ഷത്തെ പ്രാപിക്കുന്നു. ആയതിനാൽ ഭാവന വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കർമ്മഫലം മാറുന്നു. ബുദ്ധിജീവികൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ സാധന ചെയ്ത് വലിയ വിഷമം കൂടാതെ തന്നെ 16 മണിക്കൂർ ഭഗവത് സ്മരണയിൽ കഴിയാം. ബാക്കി സമയം മുഴുവൻ ലൗകിക കാര്യങ്ങൾക്കായി വിനിയോഗിക്കാം. വിവിധ തൊഴിലാളികൾ. 4ാമത്തെ തരക്കാരാണ് തൊഴിലാളികൾ. ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ. സാധാരണ വലിയ ഫാക്ടറികളിൽ പലതരത്തിലുള്ള യന്ത്രങ്ങൾ വളരെ എളുപ്പമാണ്. ഹരിയോം ജപിച്ച് ഓരോ തവണയും ഷീറ്റ് വയ്ക്കുക. അങ്ങനെ ചെയ്താൽ നിരന്തരമായ ഭഗവാന്റെ സ്മരണയുണ്ടാകും. 8 മണിക്കൂർ ജോലിയിൽ അരമണിക്കൂർ ഊണിനും 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകുന്നേരവും ചായ കുടിക്കുവാനും കിട്ടും. ഫാക്ടറിയിൽ സീറ്റിൽ തന്നെ ചായ കിട്ടുന്നു. ഈ 1 മണിക്കൂർ സമയം ഈശ്വര സ്മരണയ്ക്കായി വിനിയോഗിക്കുക തന്നെ വേണം. അങ്ങനെ ഇത്തരം ആവർത്തന ജോലിയുള്ളവർക്ക് ജോലി സമയം മുഴുവൻ ഭഗവത് സ്മരണ ഉണ്ടാക്കുവാൻ ഒരു വിഷമവുമില്ല. അഭ്യാസം ചെയ്യുകയാണെങ്കിൽ അതൊരു ശീലമായി മാറും. അങ്ങനെ അവരുടെ ജീവിതം സുന്ദരവും ശാന്തിപൂർണവും ആയിത്തീരുമെന്ന് മാത്രമല്ല,
ജീവിതത്തിൽ സംതൃപ്തിയും കാര്യക്ഷമതയും കൂടുകയും ചെയ്യും. പക്ഷേ ഒരാൾ ഫാക്ടറിയിലെ ജോലികൾ വെറും പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവൻ വിചാരിക്കും മുതലാളിക്ക് സ്വത്തായി ബംഗ്ലാവായി നമുക്ക് ജീവിതം തന്നെ ശരിയായി നടത്താൻ സാധിക്കുന്നില്ല എന്നെല്ലാം. അയാൾ തൻ്റെ മുകളിലുള്ളവരോടും കൂട്ടുകാരോടും വൈരാഗ്യം വെച്ച് പുലർത്തുന്നുവെന്ന് മാത്രമല്ല, എപ്പോഴും നിരാശവാനും അസന്തുഷ്ടനുമായിരിക്കും. അത്തരം വ്യക്തി തനിക്കും സമൂഹത്തിനും ദോഷം ചെയ്യുന്നു. കിട്ടിയ പൈസ മുഴുവൻ കള്ളുകുടി, പുകവലി തുടങ്ങിയ ദുർനടപടികളാൽ നശിപ്പിക്കുന്നു. അതിനാൽ ഇത്തരം ഭാവനയ്ക്ക് ഒരു വ്യത്യാസം വരേണ്ടത് ആവശ്യമാണ്. ഇതേ തൊഴിലാളി തന്നെ ഈ ജോലിയെ തന്നെ ഏൽപ്പിച്ച് ഭഗവാനാണെന്നും ഇത് മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനാണെന്നും ചിന്തിച്ച് ജോലി ചെയ്യുന്നുവെങ്കിൽ ഉൽപാദനം കൂടുകയും തദ്വാര രാജ്യം സ്വയം പര്യാപ്തമാകുകയും അങ്ങനെ മറ്റു രാജ്യങ്ങളുമായി മത്സരിച്ച് നമുക്ക് മുന്നേറുവാനും കഴിയുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന കാര്യത്തിലെ ഭാവന കൊണ്ട് ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റിമറിയുന്നു. തീവണ്ടിയിലെ ഒരു എഞ്ചിൻ ഡ്രൈവറുടെ കാര്യമെടുക്കുക. റെയിൽവേയിൽ ഇവർക്ക് നല്ല ശമ്പളമുണ്ട്. എന്നാലും അയാളുടെ വിചാരം ശമ്പളത്തിൽ മാത്രമാണെങ്കിൽ അയാൾ വിചാരിക്കും തൻ്റെ ജോലി വളരെ വിഷമം പിടിച്ചതാണ്, എപ്പോഴും നിൽക്കേണ്ടി വരുന്നു, കണ്ണൊന്നടഞ്ഞു പോയാൽ അപകടമാകാമെന്നും മറ്റും. തൻ്റെ സഹപ്രവർത്തകരായ കണ്ടക്ടർമാർ, ഗാർഡ്, ടിക്കറ്റ് പരിശോധകർ തുടങ്ങിയവരുടെ ജോലി എത്ര സുഖകരമാണ്. അവർ AC കോച്ചിൽ യാത്ര ചെയ്യുന്നു, സുഖമായി ഉറങ്ങുകയും തന്നേക്കാൾ കൂടുതൽ പൈസ സമ്പാദിക്കുകയും ചെയ്യുന്നു. താനാണെങ്കിൽ വളരെ ദുഃഖിതൻ. ഇത്തരത്തിൽ അയാളുടെ ദൃഷ്ടി പൈസയിൽ മാത്രമാണെങ്കിൽ യാത്രയിൽ എല്ലാ സമയവും അയാളുടെ ഹൃദയം കലുഷിതമായിരിക്കും. ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ കുട്ടികൾ അച്ഛൻ എന്താണ് തങ്ങൾക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ വർദ്ധിച്ച ദേഷ്യത്തോടെ താൻ വളരെ വിഷമം പിടിച്ച ജോലി കഴിഞ്ഞാണ് വരുന്നതെന്ന് പറഞ്ഞ് ഭാര്യയെ ശപിച്ച് കുട്ടികളെ ശകാരിക്കുകയും അടിക്കുകയും ചെയ്യുന്നു. അയാൾ അങ്ങനെ വീടിനെ ഒരു നരകമാക്കി മാറ്റും. പകരം അയാൾ കർമ്മം ചെയ്യുമ്പോഴുള്ള ഭാവനയിൽ ഒരു മാറ്റം വരുത്തി ഭഗവാനാണ് തന്നെ ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്, എത്ര നല്ല പരോപകാരപ്രദമായ ജോലിയാണ് തന്നിരിക്കുന്നത്, ആയിരക്കണക്കിന് ആളുകളിൽ അവരെ നിർദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നു, കുട്ടികളുടെ വരവും കാത്തിരിക്കുന്ന എത്ര മാതാപിതാക്കളാണ് സന്തോഷവാന്മാരാകുന്നത് എന്നിങ്ങനെ ഇപ്പോൾ അയാൾ തൻ്റെ ജോലി ശരിയായ സേവനമായി കണക്കാക്കുന്നു. എന്തൊരു പരിവർത്തനമാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. യാത്രികർ യാത്ര കഴിഞ്ഞ് അവരവരുടെ ബന്ധുക്കളോടുകൂടി വീട്ടിലേക്ക് പോകുന്നത് കാണുമ്പോൾ അയാൾ അതിയായി സന്തോഷിക്കുന്നു. വണ്ടി സ്വല്പം നേരത്തെ സ്റ്റേഷനിലെത്തിയാൽ യാത്രക്കാർക്ക് കൂടുതൽ സമയം തമ്മിൽ കാണുവാൻ ലഭിക്കുന്നതിനാൽ അവർ കൂടുതൽ സന്തോഷവാന്മാരായിരിക്കും. അപ്പോൾ അങ്ങനെ അയാളുടെ സന്തോഷവും ഓരോ സ്റ്റേഷൻ പിന്നിടുമ്പോഴും വർദ്ധിച്ചു വരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സന്തോഷവാനായ അയാൾ സ്വന്തം മക്കളെ വാരിപ്പുണർന്ന് സന്തോഷം അവരുമായി പങ്കുവെക്കുന്നു. അങ്ങനെ ആ ഗൃഹം ഒരു സ്വർഗമായി മാറുന്നു. ശമ്പളം രണ്ടാൾക്കും ഒരേപോലെ തന്നെ കിട്ടുന്നുവെങ്കിലും ഭാവനയിലെ മാറ്റം കൊണ്ട് എന്തൊരു വ്യത്യാസം. ഇനി അയാളുടെ ഭാവന കുറച്ചുകൂടി ഉയർന്ന് താനല്ല ഈ വണ്ടി ഓടിക്കുന്നത് പരമാത്മാവാണ്, താൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെറും ഒരു യന്ത്രം മാത്രമാണ് എന്നൊരു ഭാവനയിലാണെങ്കിൽ ഇതേ കർമ്മം അയാളെ മുക്തിയിലേക്ക് നയിക്കുന്നു. താനല്ല, ഈശ്വരനാണ് ഈ കർമ്മം നിർവഹിക്കുന്നത് എന്ന ഭാവനയായാൽ എല്ലാം ഈശ്വരമയമായി കാണുന്നു. അപ്പോൾ ഒരേ ജോലി ഒരാളെ അസന്തുഷ്ടനും അയാളുടെ ജീവിതം നരകതുല്യമാക്കുവാൻ അതേ കർമ്മം തന്നെ ഭാവനയിലെ വ്യത്യാസത്താൽ അയാളെ സന്തോഷവാനും പരോപകാരിയുമാക്കുന്നു. അതേ ജോലി തന്നെ ദൈവാർപ്പണമായി നിർവഹിക്കുമ്പോൾ ആത്മസാക്ഷാത്കാരത്തിനും ജീവൻ മുക്താവസ്ഥയ്ക്കും വഴിയൊരുക്കുന്നു. ഒരു പോസ്റ്റ്മാൻ്റെ കാര്യം എടുക്കുക. അയാൾക്ക് കത്തുകൾ ഗ്രാമങ്ങളിലെ എല്ലാ ദിക്കിലും എത്തിച്ചു കൊടുക്കണം. അതിനായി 5 അല്ലെങ്കിൽ 6 മൈൽ നടക്കണം. അതിൽ ചില BA കാരോ MA കാരോ കാണും. നല്ലവണ്ണം പഠിച്ചവരാണെങ്കിലും വേറെ ജോലിയൊന്നും കിട്ടാത്തതിനാൽ ഈ ജോലി ചെയ്യുകയാണ്. വെറും ശമ്പളത്തിന് വേണ്ടി മാത്രമാണ് ജോലി എടുക്കുന്നത്.
എങ്കിൽ അയാളേക്കാൾ ദുഃഖിതനായി വേറെ ആരെയും കാണാൻ സാധിക്കുകയില്ല. എന്താണ് അയാളുടെ ജോലി? വീടാന്തരം സൈക്കിളിൽ 6-7 മൈൽ ഓടണം. എത്ര ബുദ്ധിമുട്ടുള്ള ജീവിതം! ചിലപ്പോൾ ദുഃഖിതനായ അയാൾ എഴുത്തുകൾ കൊടുക്കുന്നതിന് പകരം അവ വലിച്ചെറിയുക അല്ലെങ്കിൽ കത്തിച്ചു കളയുക എന്ന മഹാപാപം വരെ ചെയ്യുന്നു. എത്ര പാപമയമായ ജീവിതമായിരിക്കും അയാളുടേത്. പക്ഷേ ഭാവനയിൽ ഒരു പരിവർത്തനം വരുത്തി തനിക്ക് ഈ ജോലി ഈശ്വരകൃപയാണ് ജപിച്ചിരിക്കുന്നതെന്നും ഭഗവാൻ തനിക്ക് അർഹിക്കുന്നത് തന്നെയാണ് തന്നിരിക്കുന്നതെന്നും കരുതി ജോലിയിൽ ഉയർച്ചയ്ക്കായി നല്ലവണ്ണം ആത്മാർത്ഥതയുമായി സത്യസന്ധതയോടെ പ്രയത്നിക്കുക. അയാൾ തൻ്റെ ജോലി പൊതുനന്മയ്ക്കായി ചെയ്യുന്നതാണെന്ന് കരുതി എഴുത്തുകളും മണിയോർഡറുകളും യഥാസമയം ശരിയായ മേൽവിലാസക്കാരനെ എത്തിക്കുന്നു. മക്കളയക്കുന്ന മണിയോർഡറുകളും കത്തുകളും കിട്ടുന്ന അമ്മയച്ഛന്മാരുടെ സന്തോഷത്തെ ഒന്ന് ഭാവന ചെയ്തു നോക്കൂ. അവർ അദ്ദേഹത്തെ ആശീർവദിക്കുമെന്ന് മാത്രമല്ല, അവരുടെ ആഹ്ലാദത്താൽ അയാളുടെ ജീവിതവും ആനന്ദമയമായിരിക്കും. ശമ്പളം 2 കൂട്ടർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ ഒരാൾ അസന്തുഷ്ടനാണെങ്കിൽ മറ്റേയാൾ അതീവ സന്തോഷവാനായിരിക്കും. രണ്ടാമത്തെയാൾ അഡ്രസ്സിൽ വല്ല പിശകും വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കത്ത് ശരിയായ ആൾക്ക് തന്നെ കൊടുക്കുന്നു. മറ്റേയാളോ ശരിയായ അഡ്രസ്സാണെങ്കിലും തെറ്റായ അഡ്രസ്സ്, അപൂർണമായ അഡ്രസ്സ് അല്ലെങ്കിൽ മേൽവിലാസക്കാരൻ സ്ഥലത്തില്ല എന്ന് കാണിച്ച് തിരിച്ചയക്കും. എത്ര വലിയ പരിവർത്തനമാണ് ഭാവന മൂലം കൈവന്നത്! പതിയെ കാഴ്ചപ്പാടിൽ മാറ്റം വരുന്നു. ഈ കർമ്മം ചെയ്യുന്നതെല്ലാം ഭഗവാനാണെന്നും താൻ ഭഗവാന്റെ കയ്യിലെ വെറും ഒരു യന്ത്രം മാത്രമാണെന്നും തിരിച്ചറിയുന്നു. അങ്ങനെ കർമ്മനിർവഹണം ഈ ഭാവനയിലാകുമ്പോൾ ഇത് അയാളെ മുക്തിയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് തൻ്റെ ध्यान योग के कार्यक्रम आनंद योग से निशुल्क जुड़ने के लिए संपर्क करें 9810239677।